വില്ലത്തെ ആണെങ്കിലും ഞാൻ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ആന്റിമാർ പറയും ഇതിനൊക്കെ അടിച്ച് വളർത്താത്തിന്റെ ആണ് എന്ന് എപ്പോഴും പറയും ആന്റിമാരൊക്കെ. ഹീറോയിനെ പാറയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കും. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അത് കണ്ടിട്ട് ഇങ്ങനെ അതിനൊന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൂടെ മോളെ? ഞാൻ പറഞ്ഞ ആന്റി ഇതൊക്കെ ആക്ടിങ് അല്ലേ. ഒരിക്കലും ഇല്ല. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോ തന്നെ. ഷെയ്ൻ ആക്ച്വലി നമ്മുടെ ഫാമിലി ആയിട്ട് ഭയങ്കര അഭിയങ്ങളൊക്കെ ഭയങ്കര ബോണ്ടിങ്. ഷെയ്ൻ ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര ക്വയറ്റ്, ഫുൾ ടൈം ഉമ്മച്ചിന്റെ കൂടെ ഇരിക്കും, കരച്ചിലും അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പും. പിന്നെ ഭയങ്കര പാവം ഒരു ചെക്കൻ, അധികം സംസാരിക്കൂല ആരോടും. അങ്ങനെയായിരുന്നു. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ മമ്മൂട്ടി മറ്റേ മുടി പിന്നിട്ടാണ് അത് എത്ര പിള്ളേരുണ്ടായിരുന്നു അറിയോ? അത് റംസാനൊക്കെ ഉണ്ടായിരുന്നു, റംസാൻ, ഇന്ത്യൻ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് കുറെ ഗേൾസും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മുടി തന്നെ പിന്നെ അത് മുടിക്ക് നീളമുള്ളത് എനിക്കായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗ്യം കിട്ടിയത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ നല്ലത് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ ബോഡി ഷെയ്മിങ് കമന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സബ് ഷെയ്മിങ് കമന്റ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അത് റീക്രിയേറ്റ് ചെയ്തിട്ടു. അപ്പൊ പറഞ്ഞത് വയറിളക്കം വന്ന ശോഭന എന്നാണ് അതിൽ ഒരാള് കമന്റ് ചെയ്തത്. എന്തിന് ഇൻസ്റ്റഗ്രാമിൽ നേരിട്ട് ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഈ കൊച്ചിനൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെ തുള്ളി നടക്കുന്നതുകൊണ്ട് എന്താ പറയാ തടിയൊന്നും വെക്കുന്നില്ലേ എന്ന് ഇത് തന്നെയാണ് കൊച്ചിലേ മുതലേ കേൾക്കുന്നത്. ഇപ്പോഴും അതിനൊരു കുറവില്ല. ബിഗ് ബോസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ചേച്ചി കഴിഞ്ഞ തവണയും എന്റെ പേരുണ്ടായിരുന്നു പ്രൊഡക്ഷൻ ലിസ്റ്റിൽ, ഈ തവണ എന്റെ പേരുണ്ട് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ, എന്താവെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ എന്നെ കണ്ട് വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇത് മണ്ണില് സാബു മോൻ തന്നെ ജയിക്കണമെന്നായിരുന്നു. പിന്നെ പേളി ചേച്ചി. പിന്നെ അതായിരുന്നു എനിക്ക് ഇത്രയും സീസൺസിൽ ഏറ്റവും റിയൽ ആയിട്ട് തോന്നിയത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്റെ മുൻപിലിരിക്കുന്ന ആളെ പറ്റി പെട്ടെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചെറിയൊരു റിയാലിറ്റി ഷോ തൊഴിലാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് മുൻപായിട്ട് ഹലോ, ഹായ്, നമസ്കാരം. യു ആർ ജസ്റ്റ് വാച്ചിങ് മീ ഓൺ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഈസ് ഹാർവിയോറ presents something special with Gaddafi and we have a special guest, നയന ജോസൻ. റിയാലിറ്റി ഷോ തൊഴിലാളി അല്ലേ? ചെറുപ്പം തൊട്ട് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ് തൊട്ടാണ് ജനിച്ചപ്പോഴേ അർഗിയിലേക്കാ പോയത്. അല്ല, 6ാം ക്ലാസ് തൊട്ട് നമ്മൾ 6 റിയാലിറ്റി ഷോ. ഞാൻ അവ ചോദിക്കുന്നത് എത്ര റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ 6 റിയാലിറ്റി ഷോസ്. അങ്ങനെ ഫൈനലി 6ാമത്തെ റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്തു. അതോടെ നേരെ തിരിച്ചല്ലേ, ഒരു റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും ത്വരയായിരിക്കും. അല്ല, എനിക്ക് ആക്ച്വലി എല്ലാ റിയാലിറ്റി ഷോയിലും 5 റിയാലിറ്റി ഷോസിലും ഫൈനൽ വരെ എത്തും. സെക്കൻഡും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു ബാഡ് ലക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഡാൻസിങ് സ്റ്റാർസിലാണ് എപ്പോഴെങ്കിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്കുള്ളതാണ്. ഡാൻസിങ് സ്റ്റാർസ് കയറിയപ്പോ ഞാനും വിഷ്ണു ചേട്ടനായിരുന്നു എന്റെ പേര്. ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു നമുക്ക് പ്രൈസ് അടിക്കണം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഓരോ ഡാൻസും ചെയ്തത്. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പ്രൈസ് അടിക്കണം അങ്ങനെ വാശിയൊന്നുമില്ല. എനിക്ക് ഓരോ ഡാൻസും അടിപൊളിയായിട്ട് കളിക്കുന്നതാണ്. പക്ഷെ ഇതിൽ എന്താണെന്ന് അറിയില്ല, പ്രൈസ് അടിക്കണമെന്നൊരു വാശി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഡാൻസും ഒന്നിനൊന്നും മെച്ചമായിരിക്കണമെന്നും ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെടാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമായിരുന്നു. അതല്ലേ, അത് പാരീസ് ലക്ഷ്മി, ബോണി ചേട്ടൻ, എല്ലാം കിഡിലങ്ങള് എല്ലാരും അവരുടേതായ ഇതില് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. സോ അത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആൻഡ് അതില് ഫസ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കര ഹാപ്പി. ഞാൻ പറയണേ, നമ്മൾ ഏതാണ്ട് ഒരു പ്രായക്കാരാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താങ്കളും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോഴേ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ആ റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടമായിരുന്നല്ലോ, നിങ്ങളാണ് തുടങ്ങി വെച്ചത്. സ്റ്റാർട്ട് ചെയ്തത് ജൂനിയർ ഷോ നമ്മുടെ ആയിരുന്നു, സൂപ്പർ ഡാൻസർ ജൂനിയർ ഫസ്റ്റ്. അപ്പം എന്ന് വെച്ചാൽ ആൾക്ക് നമുക്ക് ഒന്നുമില്ല, ഒരു ഇങ്ങനത്തെ ടെലിവിഷനിൽ വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ തന്നെ അമ്മയാണ് ഇങ്ങനെ നമുക്ക് ഇത് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തപ്പോ ഓഡിഷന് കിട്ടി. അതും 10,000-കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു ഓൾ ഓവർ കേരള. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത് ഞങ്ങളൊക്കെ സാധാ ലോക്കൽ കോമ്പറ്റീഷൻസിന് പോകുമ്പോ അവിടെയൊക്കെ ഫസ്റ്റ് അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇതിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേ നിങ്ങൾ ആ റിയാലിറ്റി ഷോയിലൂടെ വന്ന എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആ സൂപ്പർ ഡാൻസ് എന്ന ആ റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റ്. അതും കേരളത്തിലെ ഫസ്റ്റ് ജൂനിയർ ഷോ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, നമുക്ക് ഈ ലോക്കൽ കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസ് അടിക്കുന്ന ചേട്ടന്മാര് വരെ അതിലുണ്ട്. അപ്പൊ ഞങ്ങൾ എടി നീ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് പാടി കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ 3-4 ഓഡിഷൻസ് കഴിഞ്ഞ് പിന്നെ
അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം ഇപ്പോഴും അത് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതൊരു തരംഗമായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് നമുക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവൻ റെഫർ ചെയ്യണമെങ്കിൽ പോലും യൂട്യൂബ് ഒന്നും ഇല്ല ആ കാലത്ത്. കോസ്റ്റ്യൂം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൊറിയോഗ്രാഫി റെഫർ ചെയ്യാൻ പോലും ഇല്ല. നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്റ്റാർട്ട് ആയിരുന്നു. കാരണം നയനയാണെങ്കിലും ഇപ്പൊ ഷെയ്നികോ ആണെങ്കിലും ഇപ്പൊ നവനീത് നമ്മളെ നീരജ് മാധവിന്റെ അനിയനാണെങ്കിലും ശ്രദ്ധയാണെങ്കിലും പിന്നെ നസ്നിൻ എന്ന് പറഞ്ഞ എല്ലാരും ഇപ്പോഴും എന്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു മുടിയുള്ള കുട്ടിയല്ലേ, അങ്ങനെയായിരുന്നു എന്നെ എല്ലാരും പറയാറ്, മുടിയുള്ള കുട്ടി നയന. പിന്നെ എന്നെ ശ്രദ്ധേനെ എപ്പോഴും മാറിപ്പോ, നമ്മളെ ശ്രദ്ധയാണോ നയനയാണോ എല്ലാം. ആ കാലത്ത് ഭയങ്കര. പിന്നെ SMS ഉള്ളതുകൊണ്ട് ഞങ്ങള് എവിടെ പോയാലും ചേട്ടാ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണോ വോട്ട് ഇതെന്നെ പറച്ചില്ല അങ്ങനെ. പക്ഷെ നല്ലൊരു റീച്ച് ആയ ഷോ ആയിരുന്നു. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് അവിടെ ആരെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും നവനീതായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ശ്രദ്ധ. പിന്നെ ഞങ്ങൾ ഒരു സ്കൂളിലായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ടും ഭയങ്കര ബോണ്ടിങ് ആണ് ശ്രദ്ധയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഷെയ്ൻ അജ്നൻ, ഷെയ്ൻ ഇടയ്ക്ക് ഷെയ്ൻ ഡാൻസിങ് ക്ലാസ്സിൽ വന്നായിരുന്നു. അപ്പം അങ്ങനെ ഷെയ്നെ കണ്ടായിരുന്നു. ഫാമിലീസും ഇല്ലാണ്ട് എല്ലാരെയും കണ്ടു. പിന്നെ ആരാ നസ്രിൻ, ഷേഹ, പിന്നെ സ്വാതി, അവർക്ക് അറിയോ, ഇപ്പൊ അവര് ഈ ഫീൽഡിലില്ല. പിന്നെ ഫസ്റ്റ് കിട്ടിയ അന്നയായിട്ട് ഒരു ബന്ധമില്ല. അന്ന വന്ന് ട്രോഫി വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങക്ക് ആർക്കുമായിട്ട് ഷാലും ജോയ മല്ലു സോങ് സൂപ്പർ ഡാൻസിൽ ഉണ്ടായിരുന്നു. ഷാലു ഒക്കെ ആയിട്ട് നല്ല കമ്പനി എപ്പോഴും. ആണല്ലേ? ഇപ്പൊ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. മറ്റേ നസ്റ്റിൻ പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ, ആമ്പിള്ളേരുടെ ക്രഷ് ആയിരുന്നു. എല്ലാരും നസ്രിൻ ഷേഹ അവര് രണ്ടാമത് ആങ്കറിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇങ്ങനെ എല്ലാരും പറയും നസ്രിൻ ഞങ്ങൾ ഭയങ്കര ക്രഷ് ആയിരുന്നു. ഞാൻ തന്നെ ഇപ്പൊ ചേച്ചിനെ സ്റ്റോക്ക് ചെയ്യും. ഓ എന്ത് ഭംഗിയാ ചേച്ചിയുടെ ഡ്രസ്സും എല്ലാം ഇങ്ങനെ ഫോളോ ചെയ്യും. നസ്രിൻ ആക്ച്വലി മുന്നാപ്പി എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യനെയാണ്. മറ്റേ ആ ചേട്ടന്റെ കറക്റ്റ് ബാൻഡ് നെയിം എനിക്ക് അറിയത്തില്ല. ആ ഒരു ബാൻഡ് ഉണ്ട്, ഫേമസ് ആണ്. മുന്ന PM ചേട്ടനെ കല്യാണം കഴിച്ച ചേച്ചി ഇപ്പൊ ഡിസൈനർ റീമാക്ക് അല്ലെങ്കിൽ ശൃന്ദ അവർക്കൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ചേച്ചിയാണ്. ആ കുട്ടിയെ പറ്റി മാത്രമേ നമുക്കൊരു വിവരമില്ലായിരുന്നു. ബാക്കി എല്ലാവരും നിങ്ങൾ ലൈം ലൈറ്റിലുണ്ട്. ചേച്ചി ഡാൻസ് ഒക്കെ വിട്ട് ഫുള്ളി ഇൻടു ഫാഷൻ. ഓക്കെ. എന്തെങ്കിലും ഇപ്പൊ ഷെയ്നികത്തെ ഇപ്പൊ നമ്മൾ ഷെയ്നികോ ആയിട്ടുള്ള ഒരു ഇവന്റിലാണ് നമ്മൾ പിന്നെയും കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ അന്നുള്ള ഒരു ഷെയ്നികം? നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വിചാരിച്ചിരുന്നു ഈ പയ്യൻ ഇങ്ങനെ? ഒരിക്കലും ഇല്ല. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോ തന്നെ. ഷെയ്ൻ ആക്ച്വലി നമ്മള് ഫാമിലി ആയിട്ട് ഭയങ്കര അഭിയങ്ങളൊക്കെ ഭയങ്കര ബോണ്ടിങ്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴും വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ട്. ഒരു ചെരുപ്പ് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തു. പിന്നെ അവര് ട്രിവാൻഡ്രത്ത് വരുമ്പോ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും ഫാമിലി ആയിട്ട്, 3 മക്കളും എല്ലാവരും കൂടെ. അപ്പോ ഷെയ്ൻ ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര ക്വയറ്റ്, ഫുൾ ടൈം ഉമ്മച്ചിന്റെ കൂടെ ഇരിക്കും, കരച്ചിലും അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ്. പിന്നെ ഭയങ്കര പാവം ഒരു ചെക്കൻ, അധികം സംസാരിക്കൂല ആരോടും, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പെയറായിട്ടൊരു ഷോ, ഐ മീൻ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു ഞാനും ഷെയ്നും കൂടെ. അത് ഹൊറർ റൗണ്ട് ആയിരുന്നു. അത് ആചാര്യ എന്ന് പറഞ്ഞ സോങ്, അതാണ് എന്റെ ഓർമ്മ. ഞങ്ങൾ ഒരുമിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്തത് അത് പഠിക്കണം. അപ്പം അവര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അങ്ങനെയാ എറണാകുളത്തായിരുന്നു ഞാൻ ഷൂട്ട്, ട്രിവാൻഡ്രം. അവര് സ്റ്റേ ചെയ്യുന്ന എറണാകുളത്തല്ലേ. സോ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും ആന്റിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു. പക്ഷെ ആ കാലത്തെ പേരൻസ് എല്ലാരും ഭയങ്കര കമ്പനിയായിരുന്നു. അതൊക്കെ പേരൻസ് തമ്മിലല്ലേ, ഞങ്ങൾക്ക് എന്താ പറയാ, പഠിപ്പിക്കുന്നു കളിക്കുന്നു അത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് പിന്നെയും അതൊക്കെ. ഷെയ്ൻ ഭയങ്കര പാവമായിരുന്നു ലിറ്ററലി. ഒന്നും അത്ര സംസാരിക്കൂല ഷെയ്ൻ, ഭയങ്കര ക്വയറ്റായിരുന്നു. പിന്നെ ഞാൻ ഷെയ്നെ കാണുന്നത് ബാല്യകാല സഖിയിലാണ്, പേരായിട്ട്. അപ്പോഴും വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു അവന്. പക്ഷെ ഇപ്പോഴാണ് പിന്നെയും ഇത്രയും മിങ്കിളിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അത് ഞാൻ കാണുന്നില്ലല്ലോ പേഴ്സണലി. ബാല്യകാല സഖിയിൽ ഒരു 2 ദിവസത്തെ ഷൂട്ട് അത്ര ഉണ്ടായിരുന്നു. എടോ തന്നെ പറ്റി സംസാരിക്കുന്ന സമയത്തേ നമുക്ക് എല്ലാ 90s കിഡ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു പരമ്പരയുണ്ടല്ലോ, നമ്മളെ കൊണ്ട് എത്തിച്ചിരുന്ന ഒരു വേറെ ഒരു ലോകത്തിലായിരുന്നല്ലോ. അതിപ്പോഴും പറയാറുണ്ട് കുട്ടിച്ചാത്തൻ സീരിയലിന്റെ കാര്യം. കുട്ടിച്ചാത്തനും അത് എത്ര വർഷം അറിയോ, 1-2 വർഷം എന്താണ്ടോ ആ സീരിയൽ ഉണ്ടായിരുന്നു. അല്ല, അത് കുട്ടിച്ചാത്തനും ഉണ്ടായിരുന്നു, ഹലോ മായവി എന്ന് പറഞ്ഞിട്ട് വേറൊരു സീരിയലായിരുന്നു. കുട്ടിച്ചാത്തൻ അത് 2 ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു, സൂര്യയിലുണ്ടായിരുന്നു. അത് ഞാൻ സൂര്യയിലെ കുട്ടിച്ചാത്തനിലായിരുന്നു. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് കുട്ടിച്ചാത്തൻ അവിടെ ആയിരിക്കും, സൂര്യയുടെ ഇവിടെ ഷൂട്ട് ആയിരിക്കും. അത് നമ്മൾ അടിയാണ്, അവരവിടെ വേണ്ട പോണ്ട നോക്കിക്കോട്ടെ ഒരാളായിരുന്നു അന്ന്. പക്ഷെ കുട്ടിച്ചാത്തനും നവനീത് അവരൊക്കെയാണ് ഏഷ്യാനെറ്റില്. ഇവിടെ അപ്പൂസിനറിയോ, നമ്മുടെ അപ്പൂസ്, ഇപ്പൊ മറ്റേ റാണിമോളും അപ്പൂസായിരുന്നു ഞങ്ങളുടെ കുട്ടിച്ചാത്തൻ.
അപ്പൂസ്, ഞാൻ പിന്നെ ആദിലിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ആദിലൊക്കെ ആയിരുന്നു. അപ്പൊ അവൻ കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട് ആദില്. ഇപ്പൊ അവൻ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി. സോ ആ സമയത്തും കുട്ടിച്ചാത്തൻ എന്റെ അടുത്ത് ഇപ്പോഴും പറയും, ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് എന്നാൽ ആദ്യം ചെയ്യുവാണെങ്കിൽ കുട്ടിച്ചാത്തൻ കാണുമായിരുന്നു 6 മണിക്ക് എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. അതും സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് ഇല്ല, പക്ഷെ ഇപ്പം പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മുടെ ടൈറ്റിൽ സോങ് അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷം. പക്ഷെ നയനെ പ്രശ്നം എന്താണെന്നറിയോ, നയനയുടെ ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തൊക്കെ ഈ കുട്ടി വളർന്ന് വലുതായി നമുക്ക് തോന്നണില്ല, കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ ഒരു മോളെ പോലെയാ എല്ലാരും പറയാറുണ്ട്. അതൊരു പ്രത്യേക സ്നേഹം. അതെ, ഭയങ്കര എന്ന് വെച്ചാൽ അപ്പൊ തൊട്ടേ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പിന്നെ ഞാൻ കൂടെ ഇവിടെ സീരിയലിൽ വില്ലത്തിയായിട്ടാണ് ചെയ്തത് ഏഷ്യാനെറ്റില്. വില്ലത്തി ആണെങ്കിലും ഞാൻ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോ ആന്റിമാര് പറയും, ഇതിനൊക്കെ അടിച്ച് വളർത്താത്തന്റെ ആണ് എന്ന് എപ്പോഴും പറയും ആന്റിമാരൊക്കെ. അപ്പം ഈ ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ പോയപ്പോഴാണ് പറഞ്ഞത്, നീ എന്നാലും എന്തിന്, ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ സൂര്യ കേമ്പൾ, അതായത് ഹീറോയിനെ പാറയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കും. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അത് കണ്ടിട്ട് ഇങ്ങനെ അതിനൊന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൂടെ മോളെ? ഞാൻ പറഞ്ഞ ആന്റി ഇതൊക്കെ ആക്ടിങ് അല്ലേ എന്ന് പറഞ്ഞ വിടും. പക്ഷെ ഇല്ല, എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. അത് അടി കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കല്യാണത്തിന് സദ്യ കഴിക്കാൻ ഇരിക്കുമ്പോ എന്റെ ഓപ്പോസിറ്റ് ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ കുട്ടീനെ കഴിച്ച് എന്നെ നോക്കിട്ട് പറഞ്ഞു നീതു നീതു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. അതായത് നീതു പിന്നെ അതിഥി ടീച്ചർ ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പറയാം. അപ്പം അത് എനിക്ക് ഭയങ്കര, എന്നെ റെക്കഗ്നൈസ് ചെയ്തല്ലോ, അത് നീതു എന്ന് എന്റെ ക്യാരക്ടറിന്റെ പേര് വിളിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്തപ്പോ ഭയങ്കര ഹാപ്പിയായി. അതൊരു ഭയങ്കര ലൈക്ക് ഇപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ ഇതുപോലെ അടി കിട്ടിയിട്ടില്ല. പോകുമ്പോഴൊക്കെ മോളെ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് കേട്ടോ അങ്ങനെ പറയും. പക്ഷെ എന്റെ ഡ്രസ്സൊക്കെ നല്ല രസമാണ്, ഡ്രസ്സിങ്സ് എന്തൊക്കെയാന്ന് കാണാൻ വേണ്ടിയിട്ട് സീരിയല് കാണാറുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എന്റെ ഡ്രസ് കാണാനൊക്കെ സീരിയല് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ നയനയുടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കുന്നത് നയനയുടെ മുടിയാണല്ലോ. അന്നും ഇപ്പൊ ചെറുപ്പത്തിലെ ഇത്രയും മുടി ഉണ്ടായിരുന്നു, ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ചെറുപ്പത്തിലെ കുറച്ചുകൂടെ നല്ല കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെന്നൈയിലെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ട് പോയി. വീണ്ടും അവിടെ ഒരു തമിഴ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഉപ്പ് വെള്ളമൊക്കെ വെച്ച് ഫുൾ മുടി അത്രയും പോയി. പക്ഷെ എന്നാലും ഇപ്പം എങ്ങനെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നയന മറ്റുള്ള പെൺകുട്ടികളിൽ നിന്നും തന്നെ വ്യത്യസ്തമാക്കുന്നതേ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി മറ്റേ മുടി പിന്നിടാനുള്ള മമ്മൂക്ക പിന്നിട്ട ഒരേ ഒരു നയന. എങ്ങനെയാ അത് എത്ര പിള്ളേരെ ഉണ്ടായിരുന്നു അറിയോ? അത് റംസാനൊക്കെ ഉണ്ടായിരുന്നു. റംസാൻ, ഇന്ത്യൻ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് കുറെ ഗേൾസും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മുടി തന്നെ പിന്നെ അത് മുടിക്ക് നീളമുള്ളത് എനിക്കായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗ്യം കിട്ടിയത്. അതിനുശേഷം ആ മുടി കഴുകിയിട്ടുണ്ടോ? അല്ല, ശരിക്കും അന്ന് ഞാൻ കുഞ്ഞിതാണ്, 7ാം ക്ലാസ്സിൽ 8ലോ എന്തോ ആണ്. അപ്പോഴും എനിക്ക് ആ വില അറിയില്ല. ഇപ്പോഴാണ് ഈ കുറച്ചും കൂടെ മമ്മൂക്ക എന്റെ മുടി പിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് എന്താ പറയാ ഒരു അടിപൊളി സംഭവമായിരുന്നു. അതൊന്നും നമുക്ക് അറിയത്തോലുമില്ല. വൃത്തിയാക്കി കൊടുത്തേനെ. പിന്നെ ഞങ്ങള് മറ്റേ ഇങ്ങനത്തെ മണ്ണിലും ചെളിയിലും കടന്ന് ഉരുളുന്ന പിള്ളേരായിരുന്നു അതില്. അതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല. പിന്നെ മമ്മൂക്ക മുടി പിന്നുന്നു. പിന്നെ ഞാനും റംസാനും മമ്മൂക്കേനെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എടി അടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ പറഞ്ഞതിന് തൊട്ട് എടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഓക്കെ ശരി, അങ്ങനെ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എറണാകുളത്തെ ഏതോ ഒരു കോളേജിൽ വെച്ചിട്ടായിരുന്നു അതിന്റെയൊക്കെ ഷൂട്ട്. അത് ചടിപൊളി ഇടിമഴ ആ പാട്ടായിരുന്നു. അതൊക്കെ മമ്മൂക്ക ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കൂട്ടായിരുന്നു. 60 days ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യാരവനിൽ കൊണ്ടുപോയി മമ്മൂക്കയുടെ കാറിൽ കയറ്റിയിട്ട് ഞങ്ങളുടെ ഡ്രൈവിന് കൊണ്ടുപോയി. പിന്നെ മമ്മൂക്ക ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ പോകാറുണ്ട്. അപ്പൊ മമ്മൂക്ക ഈ അടുത്ത് മറ്റേ വൺ മൂവിന്റെ ഷൂട്ടിന് ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജിലോ അവിടെ എവിടെ വന്നപ്പോ കാണാൻ പോയപ്പോ നമുക്ക് ഇങ്ങനെ എന്നെ ഓർമ്മ ഉണ്ടോ അറിയില്ലല്ലോ, കൊച്ചിലെ കണ്ടല്ലേ. അപ്പൊ എടി ഇപ്പോഴും ഡാൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഓർമ്മ ഉണ്ടല്ലേ, ഞങ്ങൾ എപ്പോഴും ഒരു കൊട്ട ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകും. അപ്പോ നമുക്ക് അതൊക്കെ കഴിക്കണമെന്നില്ലല്ലോ. പക്ഷെ ലാലേഷ് ചേട്ടൻ പിന്നെ ജോർജ് അങ്കിൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നേ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ കേട്ടോ എന്ന് വിളിച്ചു പറയും. അതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക തിരിച്ചറിയുന്നു. പിന്നെ ലൈക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ റെഡിയാവുന്ന എല്ലാം ഞങ്ങൾ ഇപ്പോഴും കാര്യമാണ് മമ്മൂക്കയ്ക്ക്. അതറിയുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഈ മമ്മൂക്കയുടെ കഥ പറയും. ഇപ്പൊ താങ്കളുടെ കഥ പറയുമ്പോ എല്ലാവർക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വേറൊരു ഈ പറയുന്ന ഒരു ഗ്ലോബൽ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ആഡില്. പ്രഭുദേവയുടെ കൂടെ പക്ഷെ പലർക്കും അറിയത്തില്ല. അത് ബിക്കോസ് അത് വന്നതൊക്കെ അല്ല ട്രിവാൻഡ്രത്ത് കുറച്ച് തിയേറ്റേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു.
ഇവിടെ കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ ആഡ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ പണ്ട് എന്തോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രഭുദേവ മാസ്റ്ററിനെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അത് പറയുമ്പോൾ. എന്ന് വെച്ചാൽ ഒരു ലോഡ് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഡാൻസേഴ്സ്. പ്രഭുദേവ മാസ്റ്ററിന്റെ ആഡ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാവരും പോയി. ഞങ്ങൾ എല്ലാവരും ശരി ബാക്കിൽ മൂലയ്ക്കാണെങ്കിലും കുഴപ്പമില്ല പോവാന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ശ്രീധർ മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ. മാസ്റ്ററിട്ട് ആനാന വാങ്ങ പ്രഭുദേവ മാസ്റ്ററിനെ കട്ടിപ്പിടിക്കണോന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കെട്ടിപ്പിടിക്കണോ? ഓക്കെ, അപ്പൊ ആദ്യം പേടിയായിരുന്നു. ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ പതുക്കെ എന്നമാ നീ പണ്ടേ നല്ല കെട്ടിപ്പിടിച്ചോന്ന് പറഞ്ഞു. ഓക്കെ മാസ്റ്റർ, അതിൽ ഞാൻ അത് ശരിക്കും എക്സൈറ്റ്മെന്റോടെ കെട്ടിപ്പിടിക്കുന്നതാണ് ഷോട്ട്. ഞാൻ എന്നെ ശരിക്കും അഭിനയിച്ചല്ല, ശരിക്കും എക്സൈറ്റ്മെന്റോടെ തന്നെ കെട്ടിപ്പിടിച്ച അത് അതേപോലെ അതിൽ കാണാനുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോഴും വേണ്ടി ശ്രീധർ മാസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും മാസ്റ്ററിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. മാസ്റ്റർ അത് സാധിച്ചു വന്നു. ക്യാരവനിൽ കയറുമ്പോൾ ഇങ്ങനെ ശ്രീധർ മാസ്റ്റർ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ സായി പല്ലവിയാണ് ഇത്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അയ്യോ എനിക്ക് അതിൽ പരം വേറെ ഒന്നുമില്ല കിട്ടാൻ. അതിന്റെ പ്രഭുദേവ മാസ്റ്റർ ഞാൻ പാത്തേ അത്രയും ഗ്രൂപ്പിൽ അവള് കളിക്കുന്നതേ എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നൊക്കെ അതിന്റെ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ അതും പ്രഭുദേവ മാസ്റ്ററിന്റെ വായിന്ന് ഇതൊക്കെ കേൾക്കാന്ന് പറഞ്ഞല്ലേ ഭയങ്കര ഭാഗ്യം. ഇതൊക്കെ ഭയങ്കര ലക്ക്. അത് സാധിച്ചെന്നത് ശ്രീധർ മാസ്റ്റർ ആണ്. സോ മാസ്റ്ററിന് വലിയ താങ്ക്സ്. ഈ ഏഷ്യാനെറ്റിലെ ഈ റിയാലിറ്റി ഷോയ്ക്ക് ശേഷമേ എനിക്ക് പിന്നെ ഒരു ഭയങ്കര റീച്ച് കിട്ടിയത് നമ്മളൊക്കെ ഇങ്ങനെ ഷേടാ ഈ പെങ്കുച്ച് വേറെ ലെവലാണെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങിയത് ഏതാണെന്നറിയോ? ആ റീല് കണ്ടപ്പോ തുടങ്ങിയത്. അതായത് എക്സാക്ട്ലി കൊറേയൊക്കെ ശോഭനയുടെ ഒരു ചായ ഉണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്കതില്ല. പക്ഷെ റീലില് എക്സാക്ട്ലി ശോഭനയുടെ അതാ സെയിം കോസ്റ്റ്യൂം ബാക്ക്ഗ്രൗണ്ട് എല്ലാം. പിന്നെ കൊച്ചിലെ മുതലേ കലാമാസ്റ്റർ എല്ലാരും കുട്ടി ശോഭന എന്നാണ് വിളിക്കാറ്. എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ എല്ലാരും ഇങ്ങനെ പറയും ശോഭന എന്ന് വെച്ചാൽ ഞാൻ അതേപോലെ മുടിയൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ വരുമ്പോ പറയും ശോഭന മാമിനെ പോലെ ഉണ്ട്. ആ റീല് ചെയ്യുന്ന ശരിക്കും എന്റെ അടുത്ത് എല്ലാരും പറയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നാഗവല്ലിയുടെ, അത് ചെയ്ത് നോക്ക് ചിലപ്പോ ഹിറ്റ് ആവും. എപ്പൊ തൊട്ട് പറയുന്നതെന്ന് പറയും. പക്ഷെ എനിക്ക് ഒരു തരി ഗഡ്സ് ഇല്ല ചെയ്യാനായിട്ട്. അത്രയും എപ്പിക്കായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീൻ നമ്മൾ കൊളാക്കണ്ടല്ലോ. പക്ഷെ എന്തെങ്കിലും ആവട്ടെ ചെയ്യാം, രണ്ടു കളിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തപ്പോ അയ്യോ ഒറ്റയടിക്ക് എനിക്ക് 100K ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയത് അതിനുശേഷം 100Kയിലോട്ട് എത്തിയത്. ഓക്കെ, അത് എത്രയായിരുന്നു? ഭയങ്കര കുറവായിരുന്നു. എനിക്ക് കറക്റ്റ് പറയാറില്ല. 100K ഫോളോവേഴ്സ് ആയത് ഈ റീലിന് ശേഷം. എത്ര റീച്ച് പോയതിനപ്പോ? അതിപ്പോ 4 മില്യൺ അത്രേ ഉള്ളൂ. 4 മില്യൺ. പക്ഷെ അതിലുപരി അതിനകത്ത് കമന്റ്സ് 12,000 കമന്റ്സ് എന്തോ ഉണ്ട്. ആൻഡ് കമന്റ്സിൽ ഒട്ടുമിക്കതും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ കുറെ ആൾക്കാർ, അതായത് ജോർജ് ചേട്ടൻ, പേളി ചേച്ചി, ഷംന ചേച്ചി, രചന നാരായണൻകുട്ടി ചേച്ചി, കുറെ പേര് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു മോളെ ഒത്തിരി പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു എന്ന്. പിന്നെ ഞാൻ എവിടെ ചെന്നാലും എല്ലാരും ഈ റീലിനെ പറ്റി എന്തോ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നു. ഇത് ശോഭന മാമിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കാണിക്കാൻ പറ്റുമോ പറഞ്ഞു. ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, മാം കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ അതിടുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഖത്തറിൽ ഒരു ഷോ ചെയ്തായിരുന്നു, ഞാൻ, വിഷ്ണു ചേട്ടൻ, അന്ന, ബിജു സാറൊക്കെ. അപ്പൊ ശോഭന മാമിന്റെ എന്റെ ഭാഗ്യം അവിടെയും കിട്ടി. ട്രിബ്യൂട്ട് ശോഭന ആയിരുന്നു എനിക്ക് ഡാൻസ്. എന്നിട്ട് ആ ഡാൻസ് മൊത്തം ശോഭന മാം കണ്ടു. എന്നിട്ട് കാറിൽ പോകുമ്പോ ഇങ്ങനെ സംസാരിച്ചു, നന്നായിട്ട് കളിച്ചു ആ കുട്ടി. പിന്നെ ഒരു ഫോട്ടോയും കിട്ടി. അത് ഇതേപോലെ എനിക്ക് മുന്നേ ഫോട്ടോ കിട്ടിയപ്പോഴാന്ന് വെച്ചാൽ വനിതാരത്നം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അമൃതയില്. അതിൽ ശോഭന ജഡ്ജായിരുന്നു. ഞാൻ ഔട്ട്സൈഡ് പേ റൗണ്ടിൽ ഒരു ചേച്ചിയുടെ കൂടെ കളിച്ചു. അപ്പോഴും ഇതുപോലെ ശോഭന ജഡ്ജായിരുന്നു. അപ്പോഴും ഇങ്ങനെ ആങ്കർ ഒക്കെ പറഞ്ഞു ദേ ഇവരുള്ള കുട്ടി ശോഭന എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എവിടെ ഞാനാണോ അങ്ങനെയൊക്കെ. അതൊക്കെ ശോഭന മാമിന്റെ, എനിക്ക് ശോഭന മാമിനെ എപ്പോ കണ്ടാലും പ്രാന്താണ്. ശോഭന മാമിന്റെ എല്ലാ ഡാൻസും ഭയങ്കര ഇഷ്ടം. എല്ലാം ആ എക്സൈറ്റ്മെന്റിലുണ്ട് എത്രമാത്രം പിന്നെ ഒരു ഡാൻസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടൊരു സ്നേഹം പോകുമല്ലോ. പക്ഷെ എക്സാക്ട്ലി നല്ല രീതിയിൽ അവർ എടുത്തിട്ടും ഉണ്ടായിരുന്നു. ആ ക്രൂവിന് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും പറയണം, വീഡിയോഗ്രാഫർ ആയാലും ആ മറ്റേ കസേരയും പൊട്ടെ ബെഡ് വെക്കുന്ന സീൻ, അതൊക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താ വിചാരിച്ച അമ്മു, വൈശാഖ് അവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്ത്. അവരൊന്നും ഇല്ലെങ്കിൽ അവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അവരും പറയാം എടുക്ക്. സോ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ റീല് ഹിറ്റായി. അത് ഭയങ്കര സന്തോഷമായി. ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ റീൽസും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ
എത്രയൊക്കെ നമ്മൾ നല്ലത് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ ബോഡി ഷെയ്മിങ് കമന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രക് ഷെയ്മിങ് കമന്റ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോ തന്നെ ശോഭന മാമിന്റെ ഇതിട്ടായിരുന്നു വൈശാഖ സന്ധ്യ, അത് റീക്രിയേറ്റ് ചെയ്തിട്ടു. അപ്പൊ പറഞ്ഞത് വയറിളക്കം വന്ന ശോഭന എന്നാണ് ഒരാള് കമന്റ് ചെയ്തത്. അതൊക്കെ അവരെന്താ പറയട്ടെ, അതൊക്കെ ഇഗ്നോർ ചെയ്യാ, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നല്ല അതും വായിക്കും എല്ലാം. പിന്നെ അതുപോലെ തന്നെ നാഗവല്ലിക്ക് കുറെ ബാഡ് കമന്റ്സും ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. എനിക്ക് എത്രയൊക്കെയാലും 100% ശോഭന മാം ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആയിരുന്നുവെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ശോഭന മാമിനെ പോലെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ എന്റെ രീതിയിൽ ചെയ്തു. പക്ഷെ അതിൽ തന്നെ ഉണ്ട് ഒത്തിരി കമന്റ്സ്, ഒത്തിരി ബാഡ് കമന്റ്സ് ഉണ്ട്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്കിപ്പോ ഞാൻ റീസെന്റ് കണ്ടതാണ് ഈ വയറിളക്കം പിടിച്ച ശോഭന എന്നുള്ളത്. അത് മാത്രല്ല, പനി പിടിച്ച ശോഭന കുറെ ഉണ്ട് ഇങ്ങനെ. എസ്പെഷ്യലി ഞാൻ അത്രയും മെലിഞ്ഞിട്ടും കൂടെ, അതുകൊണ്ട് എല്ലാരും എന്തിന് ഇൻസ്റ്റഗ്രാമിൽ നേരിട്ട് ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഈ കൊച്ചിനൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുന്നോണ്ട് എന്താ പറയാ തടിയൊന്നും വെക്കുന്നില്ലേ എന്ന് ഇത് തന്നെയാണ് കൊച്ചിലേ മുതലേ കേൾക്കുന്നത്. ഇപ്പോഴും അതിനൊരു കുറവില്ല. അപ്പോ അതൊക്കെ അവര് പറയുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ കേൾക്കാൻ നിന്നാൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരാവശ്യമില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. എനിക്ക് ഇതന്നെയാണ്, എനിക്ക് ഈ ബോഡി തന്നെയാണ് ഇഷ്ടം. തടി വെക്കണം തോന്നുമ്പോൾ ഞാൻ തടി വെച്ചോളാം. അതിന് അവര് പറഞ്ഞു അയ്യോ തടി, അപ്പൊ അവര് പറഞ്ഞ കേട്ട് സങ്കടപ്പെട്ട് അടുത്ത ദിവസം ജിമ്മിൽ പോയി തടി വെക്കാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ലീൻ ബോഡിയാണ് ഇഷ്ടം, ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഏത് ഡ്രസ് ഇട്ടാലും കംഫർട്ടബിൾ ആണ്. സോ ഈ ഇത്തരം കമന്റ്സ് കാണുന്ന സമയത്ത് എങ്ങനെയാ നയനയുടെ ഒരു റിയാക്ഷൻ? അത് ഡിലീറ്റ് ചെയ്ത് കളയാ അല്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല, അതവിടെ കിടക്കട്ടെ. നെഗറ്റീവ് കമന്റ്സും വേണം, അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പ്രചോദനം കിട്ടുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് ചില നെഗറ്റീവ് കമന്റ്സ് കുറെ സജഷൻസ് കുറെ പേര് പറയാറുണ്ട്. കുറച്ചും കൂടെ കണ്ണ് മിഴിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ചില ആംഗിൾസ് എടുത്ത്. എനിക്ക് കുറെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ആക്ടർ, ഡോക്ടർ, അങ്ങനെ കുറെ പേരുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ. അവരൊക്കെ കുറെ നല്ല സജഷൻസ് പറയുമ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ലതിനൊക്കെ ഞാൻ നെഗറ്റീവ് ആണെങ്കിലും അത് നല്ലതായിട്ട് എടുത്തിട്ട് അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. പിന്നെ അത്രയും നെഗറ്റീവ് കമന്റ്സിന് പോട്ട് എന്ത് വായിച്ച് ഞങ്ങൾ ചിരിക്കും, ഇതുണ്ടോ ഛർദിച്ച ശോഭ, അല്ല എന്തോ വയറ്റിളക്കം പിടിച്ച ശോഭന അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിരിച്ചു കളയും. പറയുന്നവര് പറയട്ടെ. ഈ ജൂനിയർ ശോഭന എന്നുള്ളൊരു കമന്റ് കുറെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ് എ ഡാൻസർ ഏറ്റവും കൂടുതൽ ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡാൻസർ ക്വാളിറ്റി എന്താ? താങ്കളാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞു ഡോക്ടറുടെ എനർജിയും വേഴ്സറ്റാലിറ്റി പറഞ്ഞ എടുത്ത് പറഞ്ഞു കേട്ടോ. പറയാൻ പറഞ്ഞു. ഇതാണ് എപ്പോഴും. പിന്നെ എനിക്ക് ഡപ്പംകുത്ത് ഭയങ്കര ഇഷ്ടം. കുത്ത് ഡാൻസ് എന്ന് വെച്ചാൽ എനിക്ക് എവിടെന്നോ ഇളകും എനർജി. അപ്പം പവർ ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. പിന്നെ എക്സ്പ്രഷൻ ആണ് മെയിൻ. അതിലാണ് ഞാൻ പിടിച്ച സ്റ്റെപ്പ് വെച്ചാൽ എക്സ്പ്രഷൻ വിട്ടൊരു കളിയില്ല. എക്സ്പ്രഷനിൽ പിടിച്ചിരുത്തും ആൾക്കാര്. അത് ഞാൻ ക്ലാസിക്കലും കൂടെ പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണമാണ്. ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടാണ് ഈ അഭിനയിക്കാൻ ഉള്ള കഴിവ് കൂടിയത്. അങ്ങനെയാണ് അഭിനയത്തിലേക്ക് എനിക്ക് ഇത്ര ഇഷ്ടം വന്നത്. ഇനി നയനക്ക് തന്നെ ആസ് എ ഡാൻസർ ഇംപ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു സംഭവം ഇതാണെന്ന് തോന്നിയേക്കുന്ന സാധനം എന്താ? എന്നുവെച്ചാൽ എന്റെ ഡാൻസിങ് രീതിയിലാണോ? അതെന്ന് വെച്ചാൽ എനിക്ക് ഡാൻസിങ് ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഞാൻ എപ്പോ കളിച്ചാലും ഒരു കൺട്രോൾ ഉണ്ടാവാറില്ല ബോഡിക്ക്. ഇപ്പൊ ചില സ്റ്റെപ്പ് ഭയങ്കര ഓവർ ആസ് ബോഡിക്ക് ഒരു കൺട്രോൾ വേണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കളിക്കുന്നതും ഇങ്ങനെ കളിക്കുന്നതും വ്യത്യാസമുണ്ട്. സോ അത് ഞാൻ എൻ്റെ കൺട്രോൾ ചെയ്യേണ്ട പാർട്സ് ഉണ്ട്. അത് ഞാൻ ഇത് വന്നപ്പോഴാണ് പഠിച്ചത്. അത് എൻ്റെ അടുത്ത് എന്നെ പല റിയാലിറ്റി ഷോസിലും കൊറിയോഗ്രാഫി ചെയ്ത ചേട്ടന്മാര് വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു, നിനക്കിപ്പോൾ ബോഡിയിൽ നല്ല കൺട്രോൾ വന്നു, നേരത്തെ നീ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ കളിക്കുന്നുണ്ട്, ഭംഗിയുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ മൂവ്മെന്റ്സ് അറിയുന്നില്ല. ബിക്കോസ് നീ ഭയങ്കര കൺട്രോൾ ഇല്ലാതെയാണ്, ബോഡിക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങ് കളിക്കുവാണ്. പക്ഷെ ഇപ്പോൾ നീ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. ഡാൻസിങ് ക്ലാസ്സിലൂടെ ബോഡിക്ക് നല്ല കൺട്രോൾ വരുത്തി എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു. സോ ഇപ്പൊ എനിക്കത് ക്ലാസിക്കൽ ചെയ്യുമ്പോഴും അതെ, വെസ്റ്റേൺ ചെയ്യുമ്പോഴും അതെ, കൺട്രോൾ എത്തിയപ്പോൾ മൊത്തത്തിലെ ഒരു ഭംഗി കാണാൻ ഡാൻസിന്. അത് എനിക്ക് തന്നെ മനസ്സിലായി. അതും ഞാൻ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്താണെങ്കിൽ അയ്യേ എന്താ കാണിക്കുന്നത്, പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വ്യത്യാസം. സോ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വന്നു ബോഡി കൺട്രോൾ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കുറെ എപ്പോഴെപ്പോഴൊക്കെ ഇയാൾ ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒന്നാക്കുന്ന ലൈം ലൈറ്റിലെ ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? എന്താ ഈ കുട്ടി ബിഗ് ബോസ് പ്രഡിക്ഷൻസിൽ ഏറ്റവും എല്ലാവരും പറയുന്ന മുഖങ്ങളിൽ ഒന്ന് കുട്ടിയുടെ മുഖമാണ്, നായനയുടെ മുഖം. എല്ലാ പ്രഡിക്ഷനിലും കാണുന്നുണ്ട്. ഈ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് ചോദിക്കാറില്ലേ തന്റെ മറ്റേ മുഖം പ്രഡിക്ഷനിൽ വന്നിട്ടുണ്ട്? എത്ര എന്റെ അടുത്ത്, ഞാൻ ഇപ്പൊ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളുടെ പേരൻസ് വരെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ചേച്ചി കഴിഞ്ഞ തവണയും എന്റെ പേരുണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിൽ, ഈ തവണ എന്റെ പേരുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ, എന്താവെന്ന് അറിയില്ല.
അങ്ങനെയെങ്കിലും എന്നെ കണ്ട് വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കണ്ടിട്ടെങ്കിലും എന്നെ വിളിക്കട്ടെ, വിളിച്ചാൽ സന്തോഷം. ഇഷ്ടമാണോ ഈ ബിഗ് ബോസ് ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ എല്ലാ സീസണും ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പ് വരെ ഉണ്ട് ബിഗ് ബോസ്. അല്ല, ബിഗ് ബോസ് ഓരോ ദിവസം കഴിയുമ്പോൾ എപ്പിസോഡ് കഴിയുമ്പോൾ ചർച്ചകളാണ്. അത് ശരിയായില്ല, ഇത് ആവൺ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു, അങ്ങനെ. ഫ്രണ്ട്സ് കുറെ പേരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സില്. സോ ചർച്ചകളാണ്. എപ്പോഴെങ്കിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലേ നയനെ എങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ റിയൽ ലൈഫിൽ റിയാക്ടേഴ്സിന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. ഞാൻ എങ്ങനെ ഉണ്ടാവും എനിക്ക് ഒരു പിടിയില്ല. എങ്ങാനും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അടി ഉണ്ടാക്കോ. ഇനി എല്ലാ സീസൺസും ഫോളോ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഓരോ സീസണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് ഒന്ന് പറയുമോ? സീസൺ 1 ആരായിരുന്നു? സീസൺ 1 സാബു മോൻ തന്നെ ജയിക്കണമെന്നായിരുന്നു. പിന്നെ പേളി ചേച്ചി. പിന്നെ അതായിരുന്നു എനിക്ക് ഇത്രയും സീസൺസിൽ ഏറ്റവും റിയൽ ആയിട്ട് തോന്നിയ സീസൺ. അവര് മുമ്പേ ഒന്നും റെഫർ ചെയ്യാനായിട്ടുള്ള സീസൺസ് ഇല്ല. പിന്നെ അവര് റിയൽ ആയിട്ട്, ഈവൻ ലവ് ആണെങ്കിൽ പോലും ഭയങ്കര റിയൽ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാം അവർക്ക് അറിയാം. ഓക്കെ, ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അതെ, എനിക്ക് റിയൽ ആയിട്ട് തോന്നിയത് ഫസ്റ്റ് സീസൺ ആണ്. സെക്കൻഡ് സീസൺ എന്ന് പറയുമ്പോൾ ആര്യ ചേച്ചി. അത് കൊറോണ വന്നിട്ട് എനിക്ക് ആ സീസണാണ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത്. കാരണം ഞാൻ ചെന്നൈയിൽ ആ സമയത്ത് സീതമ്മിൽ ഒരു ഡാൻസ് അടിച്ചു, കൊറോണ അങ്ങനെയൊക്കെ വന്ന് ഞാനും അമ്മമ്മയും അവിടെ ട്രാപ്ഡ് ആണ്. TV ഇല്ല, ഒന്നുമില്ല. അവർ തന്ന ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ഒക്കെ. സോ അത് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് കണ്ടിട്ടില്ല. സോ അതിൽ എനിക്ക് ഫേവറേറ്റ് എന്നൊരാൾ അങ്ങനെ പറയാൻ ഇല്ല. തേർഡ് മണിക്കൂർ ചേട്ടൻ, ഡിംപിൾ ദീദി എനിക്ക് അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ നേരിട്ട് സ്റ്റാർ മാജിക്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. എന്റെ ഡാൻസിനൊക്കെ ഭയങ്കര ഫാനാണ് ദീദി, ഡിംപിൾ ചേച്ചി. സോ ഡിംപിൾ ചേച്ചി, മണിക്കൂട്ടൻ ചേട്ടൻ, പിന്നെ ആരായിരുന്നു? ഇവർ രണ്ടുപേരും തന്നെ. അതാരാ? റോബിന്റെ റിയാസ് സലിം. ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയിട്ട് ഇത്രയും ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ആള് പിടിച്ചു നിന്നില്ലേ. അതും ഇപ്പോഴും മറ്റേ മോളെ ദിലു ആ എപ്പിസോഡ് എത്ര കണ്ടാലും മതിയാവൂല. അതുപോലെ തന്നെ ബ്രസ്ലി റിയാസ് സലീമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഭയങ്കര തമാശയാണ്. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. അവർ രണ്ടുപേരും തന്നെയാണ്. റിയാസ് സലീമാണ്. അത് താങ്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇദ്ദേഹം കറങ്ങി തിരിഞ്ഞ് ഇദ്ദേഹത്തിലേക്ക് തന്നെ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. അഖിൽ മാരാർ തന്നെ ജയിക്കും എന്നായിരുന്നു. പിന്നെ ശോഭ ചേച്ചി നന്നായിട്ട് പിടിച്ചു, നല്ല ഫൈറ്റർ ആയിരുന്നു. ഇനി ഇത്രയും സീസണിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതായത് രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലി ഞാൻ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് തീരെ യോജിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അൺസഹിക്കബിൾ എന്നൊക്കെ തോന്നിയിട്ടുള്ള? അൺസഹിക്കബിൾ എന്നല്ല, എനിക്ക് ചില സമയത്ത് ശരിക്കും പറഞ്ഞ കോമണർ ഗോപിക എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ചില സമയത്തൊക്കെ എന്തോ പോലെ തോന്നുമായിരുന്നു. ആവശ്യമില്ലാതെ ചുമ്മാ ബാക്കിയുള്ളവരെ പറയുന്നത് കേൾക്കാതെ അങ്ങോട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ മീൻസ് ഒരു സെൻസ് ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ പറയുന്നതിന്റെ മറുപടി അല്ല പറയുന്നത്, പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിങ്ങനെ. എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട, നമുക്ക് നിലപാടുകൾ തുറന്നു പറയാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലേ. ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണല്ലോ അവർ ഏറ്റവും കൂടുതൽ വിലയിരുത്തുക. ഇനിയിപ്പോ എനിക്കറിയാം, നയനയോട് ആരാകണം എന്ന് ലൈഫിൽ ചോദിച്ചു കഴിഞ്ഞാൽ നയന ആദ്യം പറയാ എന്റെ അമ്മയെ പോലെ ആവണം എന്നുള്ളതായിരിക്കും എപ്പോഴും പറയാ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അമ്മ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ലൈഫിൽ. അതായത് നിങ്ങളുടെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഫിനാൻഷ്യലി കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അമ്മ എടുത്തൊരു ഡിസിഷനാണ് നിങ്ങളെ എല്ലാവരും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതായത് അമ്മ അന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൽ നിന്നാണ് അച്ഛന്റെ ബിസിനസിനേക്കാൾ പിന്നെയും അമ്മയുടെ ബിസിനസ് ഭയങ്കരമായിട്ട് കത്തിക്കയറാൻ തുടങ്ങി. അത് അത്രയും പൊട്ട സ്റ്റേജിലെടുത്ത തീരുമാനം അമ്മയുടെ ബിസിനസ് റൺ ചെയ്യാന്നുള്ളത്. അമ്മയെ പറ്റി ആലോചിക്കുന്ന സമയത്തേ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും അഭിമാനം എന്ന് പറയുകയാണെങ്കിൽ, കൊറോണ സമയത്ത് നമുക്ക് ജീവിക്കാൻ ഒരു ഗതി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഡാൻസ് കോസ്റ്റ്യൂംസ് റെന്റൽ ഷോപ്പാണ് ഇപ്പോൾ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കൊറോണ സമയത്ത് പെട്ടു. ബിക്കോസ് ഡാൻസ് പ്രോഗ്രാംസ് ഇല്ല, പിന്നെ നമുക്ക് റെന്റ് കൊടുക്കുകയും വേണം. 4-5 വീട്ടിലായിട്ടാണ് ഈ കോസ്റ്റ്യൂംസ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ ജീവിക്കും? റെന്റും കൊടുക്കണം, ഞങ്ങൾക്ക് കോളേജ് ഫീസ് അടയ്ക്കണം. എൻ്റെ അനിയത്തി നന്ദുവിന് കോളേജ് ഫീസ് അടയ്ക്കണം. അമ്മ ആകെ പെട്ടു. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഉടനെ അമ്മ അടുത്ത ഐഡിയ. ഓക്കെ, അമ്മാവൻ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, അമ്മയും സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും, അച്ചാർ ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പം പിക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പിക്കിളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ക്വാറന്റൈനിലുള്ളവർക്ക് ഹോം ഡെലിവറി ഞാനും എൻ്റെ അനിയത്തിയും കാറിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അത്
ഞങ്ങൾ എവിടെയും പബ്ലിഷ് എവിടെയും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു ഫ്രണ്ടിന് കൊടുത്തു, അവരവരുടെ ഫ്രണ്ടിന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അടുത്ത ദിവസം രാവിലെ തൊട്ട് തുടങ്ങി കുറേ കോൾസ് ഇങ്ങനെ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കൊറോണ സമയത്ത് തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, നൈനസ് കിച്ചൺ. സോ അമ്മയാണ് ലിറ്ററലി അമ്മ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അപ്പൊ ഒരു 4-5 സ്റ്റാഫ് ഒക്കെ വെച്ച് ഒരു റെസ്റ്റോറന്റ് ആയിട്ട് അതുവരെ എത്തിച്ചു. പക്ഷെ അമ്മ പെട്ടെന്ന് ആ ഒരു ബുദ്ധി ഉപയോഗിക്കാണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കാണ്ട് അമ്മ ഉടനെ അടുത്ത വഴി ആലോചിച്ച് ഇപ്പൊ 2 ബിസിനസ്സാണ്. 2 ബിസിനസ്സും നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് രണ്ടും അമ്മയുടെ ഒരു തോട്ട് പ്രോസസ് ആണ്. സോ അമ്മയ്ക്ക് അപ്പോൾ ആ അമ്മയ്ക്ക് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഐഡിയാസ് വരും. അതെങ്ങനെ അത് കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ. സോ ഞാൻ അത് അമ്മേനെ തന്നെയാണ് നോക്കി കാണുന്നത്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചത്. എനിക്കും നേരിട്ട് കാണാൻ പറ്റും. ഞാൻ എല്ലാ റീൽസിലൂടെ കാണാറുണ്ട് എല്ലാവരും ഇന്റർവ്യൂ എടുക്കുന്നത്. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയ ആ ഒരു ഭാഗ്യം എങ്ങനെ മികച്ച ഭാഗ്യമായി ഞാൻ കാണുന്നു. മുജ്ജന്മ പുണ്യം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. മീറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി. Yeah, same man. Thank you so much. Yeah, Wishing you all the best. Thank you. Thank you.